മറ്റിയവരാരെയും തിരിച്ചു കാണുന്നില്ലല്ലോ. അതാ ഞാൻ മര്യാദക്ക് പറഞ്ഞ ഞാൻ കൂടി പോവാന്ന്. അച്ഛൻ പോയാൽ ശരിയാവില്ല. അച്ഛൻ ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ക്ഷമ കിട്ടില്ല. എന്നുവെച്ചാ എന്റെ മോള് കരഞ്ഞു തകർന്ന് ജന്മം തൊലച്ച് അവന്റെ പുറകെ നടക്കണോടി. ഏതെങ്കിലും തന്തയ്ക്കോ തള്ളയ്ക്കോ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോടി ഇത്? ഇങ്ങനെയൊക്കെ വരുമ്പോഴാ ഒരുത്തനെ തീർത്തിട്ട് ജയിലിലേക്ക് പോണത്. അച്ഛൻ ജയിലിൽ പോയാ ശ്രീലക്ഷ്മിയുടെ ജീവിതം രക്ഷപ്പെടൂ? നഷ്ടപ്പെടുന്നതേ ഞങ്ങൾക്കായിരിക്കും. പിന്നെ ഇതുപോലുള്ള ചതിയന്മാരെ വെറുതെ വിടണമെന്നാണ്. അച്ഛാ, ലക്ഷക്കണക്കിന് രുക്മിണിമാരും ഹരീഷുമാരും നിറഞ്ഞിരിക്കുന്ന ദ്രോഹികളുടെ ലോകമാണ് ഈ ലോകം. എല്ലാത്തിനും നമുക്ക് കൊന്നുകളയാൻ പറ്റുമോ? ഒരാശ്വാസത്തിന് വേണ്ടി ദൈവം ഇവർക്കിട്ട് പണി കൊടുക്കുമെന്ന് വിശ്വസിക്കാം. അതൊരാശ്വാസത്തിന് വേണ്ടി മാത്രമാണ്. എന്റെ ഒരു ഊഹം പറഞ്ഞ ദൈവം മച്ചം പറത്തിരുന്ന് ഉറങ്ങുക. ഇതൊന്നും കാണുന്നേ ഇല്ല. അല്ല, അവനെന്ത് പറഞ്ഞൂടാ ഹരീഷ്? അവനെന്ത് പറയാ? അവനല്ലേ ഡിവോഴ്സ് നോട്ടീസ് അയച്ചേ? അതല്ല, അവന്റെ സമ്മതത്തോടെയാണോ പെറ്റീഷൻ അയച്ചതെന്ന് അതാ അച്ഛൻ ചോദിച്ച്. അവൻ ശ്രീലക്ഷ്മിയുടെ മുഖത്ത് നോക്കിയാ പറഞ്ഞു അവൻ തന്നെയാ പെറ്റീഷൻ അയച്ചെന്ന്. അമ്മക്കറിയാതെ ഒന്നോ രണ്ടോ ചിലപ്പോ ഒരു മാസം കൊണ്ടോ നമ്മുടെ കുട്ടിയുടെ മനസ്സ് അവളുടെ വരുതിയിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ മോളിത് തരണം ചെയ്യണം. തരണം ചെയ്തേ പറ്റൂ. അതെ വേണുങ്ങളെ, പക്ഷെ അതിന് നമ്മുടെ എല്ലാവരുടെ സപ്പോർട്ടും ശ്രീക്കുണ്ടാവണം. അതിലെന്താ സംശയം? നമ്മളെല്ലാവരും ശ്രീമോളുടെ ഒപ്പം ഉണ്ടല്ലോ. രണ്ട് വന്യമൃഗങ്ങളുടെ വായിന്ന് സ്ത്രീ രക്ഷപ്പെട്ടെന്ന് കരുതിയാ മതി. ശ്രീ നല്ല വിൽ പവറോടെയും കോൺഫിഡൻസോടെയും നിൽക്കണം. മനസ്സ് പതറും, പക്ഷെ ഞങ്ങൾ എല്ലാവരും നിന്റെ ഒപ്പമുണ്ട്. വാശിയോടെ ജീവിക്കണം. ഹായ്. അത് ശരി, കല്യാണമൊന്നും കഴിഞ്ഞില്ല. അതിനു മുൻപേ കേറി മരണം തുടങ്ങിയല്ലേ? ഞാൻ അമേരിക്കയിലൊക്കെ പഠിച്ചതെങ്കിലും തനി നാടനാ. അതെനിക്ക് മനസ്സിലായി. ഒരു വള്ളുവനാടൻ പെണ്ണ്. അതൊറ്റപ്പാലം തൃത്താല പട്ടാമ്പിയല്ലേ? ഞാൻ പാലക്കാടല്ലേ. ദാ ജ്യൂസ്. ജീവിച്ചത് അമേരിക്കയിലായിരുന്നെങ്കിലും പഴങ്കഞ്ഞിയും ചമ്മന്തി ആയിരുന്നല്ലേ ആഹാരം. ശീമക്കൊന്നയുടെ ഇല ഒന്നാം തരാ. അതായാലോ? കളിയാക്കാതെ രതികെ. നാടനാണെങ്കിലും ചിലതൊക്കെ എനിക്കും മനസ്സിലാവും. രാജു, ഈ പെണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കറിയില്ല. അയ്യോ വിക്കി, അത് വേണ്ട, ഞാൻ ഉണ്ടല്ലോ. രാജു മോളിലേക്ക് നോക്ക്. മോളിലേക്ക് നോക്ക് രാജു. ശരമേ, ഇവളുടെ തലയിലെ നട്ടും പൊട്ടും ഇളകി കിടക്കാൻ തോന്നുന്നു. അല്ലെങ്കിൽ എല്ലാം തുറന്നു പറഞ്ഞിട്ടും ദീപക് എന്ന മരപ്പാഴിനെ കല്യാണം കഴിക്കാൻ ഇവിടെ തയ്യാറാവോ? രാജു, ഞാൻ അച്ഛനൊന്ന് കണ്ടിട്ട് വരാം.
ഒരു ഹെൽപ്പ് കൂടി വേണം. അംബികയൊന്ന് വിളിക്കാം. രുക്മിണിയാണല്ലോ. ആ രുക്മിണി, ആ എന്തിരവൾക്കേ ഒരു രജിസ്റ്റേർഡ് വന്നിട്ടുണ്ട്. എന്ത് രജിസ്റ്റേർഡ്? അവക്കേട്ടി എന്തോ ജോലിയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡറാ. അത് കൊടുക്കണോ വേണ്ടേന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിനെന്താ ഇത്ര ആലോചിക്കാൻ? കൊടുക്കരുത്. അത് തന്നെ ഞാനും അത് ആലോചിച്ചോണ്ടിരുന്നേ. ഞാൻ വെറുതെ അംബികയെ വിളിച്ച് ചോദിച്ചെന്നേ ഉള്ളൂ. വിളിച്ചത് വളരെ നന്നായി. ഒരു നിത്യശത്രുവിന്റെ പെങ്ങൾക്കേ അത്യാപത്ത് വരുന്നത് കണ്ട് സന്തോഷിക്കാലോ. അതെ അതെ, എന്റെ സന്തോഷം ഞാൻ അംബികയ്ക്കും കൂടി ഷെയർ ചെയ്തതാ. ഡിവോഴ്സ് കൂടി ചെന്നതോടെ ആ കുടുംബം അടപടലം തകർന്നല്ലോ. ഇനി അവർ തല പൊക്കരുത്. അവള് നശിച്ച് നാറാണക്കല്ല് പെറുക്കാനല്ലേ ഞാൻ ഈ വഴിപാടുകളായ വഴിപാടും കൂടോത്രമൊക്കെ ചെയ്യുന്നേ. വഴിപാടുകൾ കഴിച്ചൊന്നും കാശ് കളയണ്ട. കൂടോത്രം, മുട്ടവിരട്ട്, ചാത്തനേറ്, മാടനടി ഇങ്ങനെ തുടങ്ങിയ ദുർമന്ത്രവാദങ്ങൾ ഒത്തിരി കഴിച്ചോ? അപ്പോ ആ മഹത്തായ അപ്പോയിന്റ്മെന്റ് ഓർഡറോ? കയ്യിൽ വെച്ച് അഴുക്കാക്കരുത്. ഉടനെ കത്തിച്ചേക്ക്. എന്നിട്ടേ ആ ചാരം വാരി പരമശിവനെ പോലെ നെറ്റിയിലെത്തോട്. ശരി അംബിക. ഓ